നമസ്കാരം. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും പൂരം സന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂരത്തിന് കൊടി കയറി മക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പാണ്. ആ ഒരു ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ മന്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പൂരസന്ധ്യയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിലേക്ക് സ്വാഗതം. പുതിയ ആദ്യത്തെ അതിഥിയെ കിട്ടുകയാണ്. നമസ്കാരം. എവിടെ നിന്ന് വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന്. എന്റെ പേര് വിജയൻ. എന്താ ചെയ്യണേ? പോലീസിലാണ്. ഓ സന്തോഷം. അവിടെ പാലക്കാടനോ? പാലക്കാട്. ഓ സന്തോഷം. മേഡം പേര്? പഠിക്കണോ? പേര്? അതുൽ കൃഷ്ണ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു വൈബ്? സാറേ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ടാവില്ല. ഈ ഡ്യൂട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് പൂരം ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? ഡ്യൂട്ടി ഒരു 80% ഡ്യൂട്ടി, 20% ആഘോഷവും. എവിടെ പൂരം ഉണ്ടെങ്കിലും ഒന്ന് പോവാൻ പറ്റുന്നുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാല് ക്രമസമാധാന പാലന രംഗത്ത് പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ഇതില് ഒരുപാട് കഷ്ടങ്ങൾ പോലീസ് സേന ചെയ്യുന്നുണ്ട്. എത്രയോ ദിവസങ്ങൾ ഊണും ഉറക്കവുമില്ലാതെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനോടൊപ്പം തന്നെ ഈ കുടുംബസമേതമൊക്കെ പോകുവാനായിട്ട് എപ്പോഴാണ് സമയം ചെലവഴിക്കുന്നത്? അത് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ പോവും. കുടുംബവും പ്രധാനമാണല്ലോ ജോലിയോടൊപ്പം. ഈ വല്ലങ്കിയൊക്കെ വേലയൊക്കെ എങ്ങനെയാണ്? വല്ലങ്കി വേലയൊക്കെ അവിടുത്തെ പാലക്കാട് ജില്ലയിൽ നമ്പർ 1 അല്ലേ? അവിടെ പോവാ എങ്ങനെയാ? സമയം കിട്ടാറുണ്ടോ? ഡ്യൂട്ടി ഉണ്ടാവാറുണ്ടല്ലേ? ഡ്യൂട്ടി ഉണ്ടാവും. അല്ലാത്ത സമയത്ത് കാണാനായിട്ട് പോകും. ശരി. മിക്കവാറും ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ചിറ്റടിക്കാൻ പറ്റുന്നുണ്ട്. ഡ്യൂട്ടിയുടെ ഒപ്പം തന്നെ ഇത് അത് കൊണ്ടുപോകണം. ഓ സന്തോഷം. എന്താ പഠിക്കണോ? എങ്ങനെയുണ്ട് നമ്മുടെ എക്സിബിഷൻ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ആണോ? വരാറുണ്ടല്ലേ? എന്തൊക്കെ വാങ്ങിക്കൂട്ടി? കാര്യമൊന്നും വാങ്ങിയില്ല. മോനെ എത്രയല്ല പഠിക്കണേ? 7ലേക്ക്. ചേച്ചി എങ്ങനെയുണ്ട്? ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ല, ഞങ്ങള് മാക്സിമം വരാറുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഡ്യൂട്ടി ഇതുവരെ ആയിട്ടില്ല അല്ലേ? അല്ല, ഡ്യൂട്ടി അവിടെ നിന്ന് വരാറുണ്ട്. അതിലില്ല. ഞാൻ വരുന്നില്ല. അപ്പൊ പൂരത്തിനപ്പോ ഫ്രീ ആയിട്ട് വരാം. പൂരത്തിന് നോക്കട്ടെ, തിരക്കും കുടുംബസമയത്ത് എന്തായാലും വരിക. ഇതിൽ ഒത്തിരി സന്തോഷം. പാലക്കാട് എവിടെ ശരിക്കും? പാലക്കാട് ആലത്തൂർ കുനിശ്ശേരി. ഓ അവിടെ ഭയങ്കര ഇതാണോ? നല്ലൊരു ശാന്തമായ തന്നെയാണ്. ഓ സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷം സാറേ. വീണ്ടും കണ്ടുപിട്ടാം. ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ നേരുന്നു. പൂരത്തിന്റെ മനോഹരമായ നിമിഷത്തിൽ അവർ വന്നത് പാലക്കാടെന്നാണ്. പാലക്കാടെന്ന് വന്ന പോലീസ് സേനയിലാണ് അവര് ജോലി ചെയ്യുന്നത്. നമസ്കാരം. എവിടെ നിന്ന് വരുന്നത്? അപ്പൊ കുറുക്കഞ്ചേരി നിന്നാണോ വരുന്നത്? പേര് പറഞ്ഞോ? ആദിലക്ഷ്മി. പേര്? തൻവി. എന്താ പഠിക്കണോ? 10th. എങ്ങനെയുണ്ട് നമ്മുടെ വൈബായോ? നന്നായിട്ടുണ്ട്. നിങ്ങളെങ്ങനെ പൂരത്തിന് എന്റെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൂരത്തിന് വരാറില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ്? സമയ പ്രദർശനം തൊട്ടാണോ? സാമ്പിളാണോ? എങ്ങനെയാണ് ക്രമീകരണം? അങ്ങോട്ട് വരും. നിങ്ങൾ 3 പേരാണോ എല്ലായിടത്തും? അപ്പൊ വീട്ടിൽ നിന്ന് വേറെ അമ്മയും അച്ഛനും അവരൊന്നും അമ്മയോടെ നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ് നിങ്ങളുടെ ഒരുക്കങ്ങൾ? എങ്ങനെയാണ്? സാമ്പിൾ കാണാൻ വരുന്നുണ്ടോ? സാമ്പിൾ കാണാൻ വരും. വേറെ ലെവലാണ്. എവിടെ താമസിക്കുന്നത്? എവിടെയായിട്ടാ? ഞങ്ങള് കുറുക്കഞ്ചേരി. അപ്പൊ അമ്മാമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോ അമ്മാമ്മ ഓടി പോകണ്ട, അമ്മാമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോവുകയാണ്. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരെല്ലാ ആഘോഷങ്ങൾക്കും വരാറുണ്ട്. സാമ്പിൾ കാണാനും എല്ലാം കാണാൻ വരാറുണ്ട്. എങ്ങനെയാണ് അമ്മ വരാറുണ്ട് അവരുടെ കൂടെ? ഉഷാറല്ലേ? എന്താ ഇങ്ങനെ എക്സിബിഷൻ ഒന്നും വാങ്ങിയില്ലേ? അടുത്ത പ്രാവശ്യം. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണോ? അപ്പൊ ഇനിയിപ്പോ എത്ര റൗണ്ട് അടിക്കും? അടുത്ത പ്രാവശ്യം വരും. അത് പൂരം കഴിഞ്ഞിട്ടാണോ? പൂരം കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ വാങ്ങിക്കൂട്ടുക. കണ്ടുവെച്ച് പോവാ. എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഹാപ്പി പൂരം. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഓരോ ആളുകളിലേക്കും അതിഥികളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ഒരു ടീം വരുന്നുണ്ട്. അവരോട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇന്നത്തെ പൂരം സന്ധ്യയിലെ പൂരവിശേഷങ്ങൾ ചോദിക്കണം. നമസ്കാരം അച്ഛാ. പേര് മുഹമ്മദ് ഇക്ബാൽ. എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂര് കുന്നംകുളം. പേര്? മുഹമ്മദ് സഫ്വാൻ.
ആളുടെ പേരെന്താ? ഇർഫാന. ഷിഫാന. എങ്ങനെയുണ്ട്? നാട്ടിൽ തന്നെയാണോ അതേ പ്രവാസിയാണോ? പ്രവാസി. ആ വെറുതെ ഇല്ല. പ്രവാസിക്ക് എത്ര ദിവസം ഉണ്ട് ലീവ്? ഒരു മാസം. ഒരു മാസം ഉണ്ട്. അപ്പൊ പൂരം കാണാൻ വരുമോ? എങ്ങനെയാണ്? പൂരം വന്ന് കാണും വേണം, കുട്ടികളെ എക്സിബിഷൻ ഒന്ന് കാണിച്ചു കൊടുക്കും വേണം, അതിന് വേണ്ടി കൊടുന്നതാണ്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു രസം. എവിടെ സ്ഥലം? എവിടെ? സൗദി? ഖത്തറിലാ? ഓ ശരി. അപ്പൊ ഇനിയിപ്പോ ഒരു മാസം ഉണ്ട്. ഒരു മാസം. എല്ലാ വർഷവും വരാനൊക്കെ സാധിക്കാറുണ്ടോ? ഒരുവിധമൊക്കെ സാധിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പൂരത്തില്? കുടമാറ്റാണോ, ഇലഞ്ഞിത്രമേളമാണോ, സാമ്പിളാണോ? അത് പിന്നെ പറയണ ഇലഞ്ഞിത്രമേള അതിനുള്ളിൽ കയറി പറ്റാറുണ്ടോ? മാക്സിമം പണ്ടൊക്കെ പറ്റാറുണ്ട്. ഇപ്പോ മക്കളൊക്കെ ആയ കാരണം ഇവരെ കൊണ്ടുവരാറുണ്ടോ? ഇവരെ ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പ്രാവശ്യം സമയ പ്രദർശനമൊക്കെ ആയിട്ടൊന്ന് വന്നൂടെ? ഐ വിൽ ട്രൈ. അല്ല, ഇതൊക്കെ ഒരു ലൈഫിൽ അല്ലേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലെ തകർക്കട്ടെ, ഉഷാറാവട്ടെ. ഇപ്പോ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ നമ്മൾ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിലേക്ക് വരുമ്പോൾ വലിയ 2 ഗസ്റ്റുകൾ നമുക്ക് കിട്ടുകയാണ്. നമസ്കാരം ഉണ്ടാവും. പൂരം സന്ധ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ പൂരസന്ധ്യയ്ക്കും കൃത്യമായിട്ട് വന്ന് ഇവിടെ വന്ന് പങ്കാളിയാവുന്ന ആൾക്കാരാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ വേറൊരു വൈബിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മളെല്ലാം പൂർത്തീകരിച്ചു. ഒരു 90-95% എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പന്തലിൻ്റെ ആ മിനുക്ക് പണികൾക്ക് മാത്രമേ ഉള്ളൂ. അത് 4-ാം തീയതിയാണ് മിഴിയൊന്ന് തുറന്നു. നമ്മള് കവുങ്ങ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് ഇനി എല്ലാ ഇതിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അവിടെ നമ്മള് ഡിസ്പ്ലേ ആണ്. അത് ആൾക്കാരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു തിരുവമ്പാടി ഒരു മുഴ എറിയുന്നവരാണ്. അതായത് അവിടെ സാധാരണക്കാരമ്പലാണ്. അപ്പോൾ സാധാരണക്കാരെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. അവിടെ എല്ലാ ആഘോഷങ്ങൾക്കും ധാരാളം ആൾക്കാരുണ്ടാവും. അതാണ് തിരുവമ്പാടിയുടെ പ്രത്യേകത. അതാണ് അമ്പാടിക്കണ്ണൻ്റെയും ഭഗവതിയുടെയും പ്രത്യേകത. ആ പ്രത്യേകത എന്നും എല്ലാ കാര്യത്തിലും ഏതെടുത്താലും അവിടെ ജനപങ്കാളിത്തം വളരെ അധികമായിരിക്കും. ഞാൻ ഇവിടെ അണിയറയിലെ രഹസ്യം ചോദിക്കാന്ന് വിചാരിക്കരുത്. അത് ഞാൻ എന്നാലും എനിക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. എങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ സാമ്പിളിന് എങ്ങനെയാ? വർണ്ണത്തിനാണോ, ശബ്ദത്തിനാണോ, എന്തായിരിക്കും? വർണ്ണം എന്തായാലും ഉണ്ട്. ശബ്ദവും ഒട്ടും കുറവില്ല. അപ്പൊ അതിലെന്തൊക്കെയോ ഉണ്ട്. ഇതേ ഈ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നിയമങ്ങളെ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം അതിൻ്റെതായ പരമാവധി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടും അതേപോലെ പരമാവധി നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മുന്നോട്ട് പോകുള്ളൂ. അതിൽ നമുക്ക് കാണിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. ആകാംക്ഷയാണ്. തീർച്ചയായിട്ടും അതെല്ലാം നിരാശയാവില്ല. ഇല്ല. ഇത്തവണ തിരുവമ്പാടിയാണ് ഏറ്റവും ഫസ്റ്റ് തിരുവമ്പാടിയുടെ ആ പ്രൗഢി എന്നും നിലനിർത്തും. ഒരു പ്രാവശ്യം മോശമായിട്ടില്ല. അത് ആ പ്രൗഢി എന്നും നിലനിർത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം. എനിക്ക് തോന്നുന്ന സെക്രട്ടറി, ഈ പ്രാവശ്യം കാലാവസ്ഥ ഒരു ശാന്തത, ഇപ്പൊ നല്ല തണുവിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തി. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പൊ അത് നല്ലൊരു അനുകൂലമായ ഒരു അവസ്ഥയാണ്. ഒരുപാട് പേര് ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇപ്പൊ നല്ലൊരു അന്തരീക്ഷമാണ്. അത് മഴ പെയ്തു പോവാണ് നല്ലത് തോന്നുന്നു. അല്ലെങ്കിൽ അത് പൂരത്തിന് മാറ്റി വെച്ചാൽ ശരിയാവില്ല. അപ്പൊ നമ്മള് ഇരിഞ്ഞാലക്കുട ഭരതസ്വാമിയുടെ അടുത്ത് നമ്മള് പ്രാർത്ഥിച്ചിട്ടുണ്ട്. താമരപ്പൂവും മാലയൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. തൃശ്ശൂർ പൂരത്തിന് ആ കാര്യങ്ങൾ ഒഴിവാക്കി നമ്മളെ എല്ലാ വിഘ്നങ്ങളും മാറ്റി തരും. അതെ. അടിച്ചു പൊളിക്കുക. വരവ് തൊട്ട് നമ്മള് എപ്പോഴും ഉള്ള പോലെ തന്നെ ആ ഉഷാറോട് കൂടി നമ്മള് ഇപ്പോഴേ ഊർജം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, വീണ്ടും കണ്ടുമുട്ടി. വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇപ്രാവശ്യം കണ്ടുമുട്ടി. എല്ലാവർക്കും വീണ്ടും പൂരത്തിലേക്ക് സ്വാഗതം ഒരുക്കിക്കൊണ്ട് ഞങ്ങള് പതുക്കെ അങ്ങോട്ട് നീങ്ങാം. ഒത്തിരി സന്തോഷം. എല്ലാവിധ പൂരാശംസകളും. സന്തോഷം. TCV അടിച്ചു പൊളിക്കട്ടെ. TCVയുടെ ആ ലൈവ് പ്രോഗ്രാം എല്ലാം ഭംഗിയാവട്ടെ. അതായത് തൃശ്ശൂരിന്റെ ശബ്ദം എന്നും കേൾപ്പിക്കുന്നതാണ് TCVക്ക് എല്ലാവിധ TCVക്ക് എല്ലാവിധ ആശംസകളും. തിരുവമ്പാടി ദേവസ്വം എന്നും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ തിരുവമ്പാടിയുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പൊ ഇനി കൂടുതൽ രഹസ്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തണം. നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരുന്ന എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. മണ്ണുത്തി പേര്? ദേവകൃഷ്ണൻ. ചേട്ടാ പേര്? സതീശൻ. സുനിത. എങ്ങനെയുണ്ട്? നമ്മുടെ വൈബായോ? എന്തൊക്കെ വാങ്ങിക്കൂട്ടി?
കളിപ്പാട്ടങ്ങൾ. ചേട്ടാ എന്താ ചെയ്യണേ? ചേട്ടൻ ചെയ്യണേ? ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ വർക്കാണ്. ഇവിടെ അവിടെ തന്നെയാണോ? അല്ലല്ല, തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെ. ഓക്കെ. ചേച്ചി ജോലി അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇനി പൂരത്തിന് വരണുണ്ടോ? ഇതില്ലാതെ എന്ത് ചോദ്യം ചേട്ടാ. ഞാൻ ചോദ്യം ഇനിയിപ്പോ അമ്മ പറയാണ് ഇനി അയ്യോ തിരക്കല്ലേ എന്ന് പറയുമെന്ന് വിചാരിച്ചു. വരാറുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? സമയ പ്രദർശനമാണോ സാമ്പിളാണോ ഏതായിരിക്കും? സാമ്പിളിന് വരാറില്ല, സമയത്തിന് വരാറുണ്ട്. അപ്പൊ രാജേഷനോട് ചോദിക്കാം. അത് ചേട്ടാ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ചോദിക്കണേ, സമയ പ്രദർശനമാണോ കുടമാറ്റാണോ ഏതിനാണ് ചേട്ടൻ കൂടുതൽ താല്പര്യം കാണിക്കാറ്? പൂരം എല്ലാം താല്പര്യം തന്നെയാണ്. വരവ് പൂരങ്ങൾ അല്ല അങ്ങനെ സ്പെഷ്യൽ ഇല്ല, എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. രാവിലെ തന്നെ പോരും. പൂരം രാവിലെ പോരും, കുടമാട്ടൊക്കെ കഴിഞ്ഞിട്ട് കൂടുള്ളൂ. ഈ പ്രാവശ്യം നേരത്തെ എത്തും. അതെത്തും. ഇവരൊക്കെ കൈ കൊണ്ടുവരാറില്ലേ? എല്ലാവരും കൂടിയിട്ട് തന്നെ വരിക. സൗകര്യപ്രകാരം അതാണല്ലോ. അതെ, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, ഒരുമിച്ച് വന്നിരുന്ന് ആസ്വദിക്കാലോ. ശരി, അപ്പൊ ഉഷാറാവട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം. ഹാപ്പി പൂരം. പാട്ട് പാടാൻ അറിയുന്നു? Amata patneye, amata tete na, apatneyo, amata tete full, apatneyo, amati dut patneye. ഏത് ഭാഷ ഇത്? ഏത് ഭാഷ ഇത്? സൂപ്പർ പാട്ടാട്ടോ. കേട്ടിട്ടുണ്ട്, നല്ല രസമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണല്ലേ. വേറെ പാട്ടല്ല അറിയോ? എന്തെങ്കിലും മോൾക്ക് ഇല്ല. അപ്പൊ സന്തോഷം, കാണാട്ടോ. ചേട്ടാ നമസ്കാരം. എവിടെ നിന്ന്? ഞങ്ങള് കുറ്റിപ്പുറം പൊന്നാനി. മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലക്കാരാണ്. പേര്? അതെ, മാധവൻ. ബിനോയ്. എങ്ങനെയുണ്ട്? അടിപൊളി. തീർച്ചയായിട്ടും വരാറുണ്ട്. ഈ പ്രാവശ്യം എങ്ങനെയാണ്? ഇപ്പൊ ഷോപ്പിംഗ് ആയിട്ട് വന്നിട്ട് നമ്മളൊന്ന് എക്സിബിഷൻ കണ്ടു പോകാന്നുള്ള കരുതി വന്നതാണ്. ഈ പൂരത്തിന് വരണം. ഞങ്ങൾ മിക്കവാറും തിരക്കായത് കാരണം തലേദിവസമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ പൂരത്തിന് പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരെ വരാറ്. അപ്പൊ ഇപ്രാവശ്യം മഴ ചതിക്കാതിരുന്നാൽ മതി. അനുകൂലമാവട്ടെ. അപ്പൊ അടിപൊളി. എല്ലാവരും കാത്തിരിക്കുകയാണ്. അതെ, അടിപൊളി. അമ്മയാണ്. ശരി. അമ്മയുടെ പേര്? മാളു. അമ്മ ഇതിനു മുമ്പ് വരാറില്ലേ? വന്നിട്ടുണ്ട്. ഇത് കുറെ നാൾ കൂടിയിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ കാണാൻ വന്നിട്ട് അത് കാണാൻ പോവാണ് ഞങ്ങൾ. അപ്പൊ കണ്ട് ആസ്വദിക്കുക. കൈ നിറച്ച് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കോട്ടോ. ഒന്നും നോക്കണ്ട, പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഒരാളോട് ചോദിക്കാം. ചേട്ടാ എന്താ ചെയ്യണേ? നമ്മളെ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഉഷാറല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. വീണ്ടും കണ്ടുപിടിക്കാം. താങ്ക് യു. എന്റെ പേര് ജോബി ജോൺ. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടുകൂടി പല ആളുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ മറ്റുള്ള അതിഥികളിലേക്ക് വേഗം തിരികെ എത്താം. അപ്പോൾ പൂരം സന്ധ്യയിൽ കുറച്ച് അതിഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പേര്? ബ്രോഡ്വിൻ. എവിടെന്ന് പറഞ്ഞേ? തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂർ എവിടെയാണ്? പേരമംഗലം. ഓക്കെ. തൃശ്ശൂർ ഏഴിലേക്ക്. മോനോ? എട്ടിലേക്ക്. പേര്? വിൻഫ്രഡ്. പേര്? നിവ്യ. പേര്? വീനസ്. ചെയ്യുന്നുണ്ടല്ലോ. വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ സ്വസ്ഥം ഗൃഹഭരണം പഠിക്കണോ? 10th കഴിഞ്ഞു. എങ്ങനെയുണ്ട് മച്ചാനെ? കൊള്ളാം. ലെവലായി. എപ്പോഴത്തെ പോലെ തന്നെ. നല്ലൊരു രസമല്ലേ? സമയം പോക്കാണ്. ഇങ്ങനെ പൂരത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? എന്താണ് പൂരത്തിന്റെ കാര്യം? ഞാൻ പുറത്താണ്. പ്രവാസിയാണ്. എത്ര ദിവസത്തെ ലീവ്? അറിയില്ല. പൂരത്തിന് പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും കാണാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് വന്ന് കണ്ടുപോയല്ലോ, അതിനല്ലേ സന്തോഷം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം അറിയാണെങ്കിൽ ഗംഭീരമായൊരു സമ്മാനം അടിക്കാം. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണോ? ഉത്തരം ശരിയാണ്. അപ്പോൾ മിണ്ടാതെ ഓടി മാറി നിന്നിറങ്ങി ഈ സമ്മാനം കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ നിന്നാണ്? ഉത്തരം കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുന്ന പേര് വിട്ടുപോയി. നിവ്യ. എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ പ്രൈവറ്റിൽ വർക്കിംഗ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ബ്രേക്കിലാണ്. പൂരത്തിന് വരാറുണ്ടോ? വരാറുണ്ട്. എക്സിബിഷൻ എല്ലാ വർഷവും മിസ് ചെയ്യാതെ വരാറുണ്ട്. പൂരം എങ്ങനെയാ? പൂരം ശരിക്കും നമ്മുടെ പൂരല്ലേ, തൃശ്ശൂർക്കാരുടെ പൂരമാണ്. പറയണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നും. എല്ലാ കൊല്ലത്തെയും പോലെ അതിഗംഭീരമായിട്ട് സാമ്പിൾ വെടിക്കെട്ടാണോ അതോ സമയ പ്രദർശനമാണോ കുടമാറ്റമാണോ? ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം എക്സിബിഷനാണ്. കാണാൻ എത്ര തവണ വേണമെങ്കിലും. ഇല്ല, അങ്ങനെ ഇനിയും വരാലോ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ എന്തായാലും ഗംഭീരമായ ഒരു സമ്മാനം ഞങ്ങൾ തരികയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഹാപ്പിയാണ്. ഓക്കെ, ശരി. അപ്പോൾ പൂരം സന്ധ്യയിൽ ദാ വേറൊരു അതിഥിയിലേക്ക് എത്തുകയാണ്. നമസ്കാരം. എന്ത് പേര്? നമസ്കാരം. നന്ദകുമാർ.
സ്മിത. സ്മിത എത്ര സമയത്ത് സപ്ലൈക്കോയിൽ വർക്ക് ചെയ്യണം? രണ്ടുപേരും കൂടെ എപ്പോൾ കയറിയുള്ളിൽ? എപ്പോ കയറിയാൽ എനിക്ക് എപ്പോഴും ഇവിടെ കയറണം. ഞാൻ 32 കൊല്ലമായിട്ട് ഇവിടെ വന്നു പോകണം. ആളെ കൊണ്ടുവന്നപ്പോൾ ആളെ ഇപ്പൊ കൊടുത്തിട്ട് 3/4 മണിക്കൂറായി വീരുന്നാട്ടെ കാണാൻ. ഒന്നും മേടിച്ചു കൊടുക്കാണ്ട് ചുമ്മാ ഇറക്കി. റെസ്റ്റ് ചായ അവിടെ കുടിച്ചു. ഉറപ്പാണോ? സത്യം തന്നെയാണോ? നമുക്ക് ശരിയാക്കി തരാൻ സത്യനും കണ്ടു, ഇവനും കണ്ടു, ഭരതനും കണ്ടു, എല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടു. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഒരു വൈബ്? പൂരം ഈ പ്രാവശ്യം തകർക്കൂട്ടാ, ഒരു സംശയം വേണ്ട. ജനങ്ങളും ഭയങ്കര ആഘോഷത്തിലുള്ള പൂരം എന്ന് പറഞ്ഞ ഒരു ആവേശം തന്നെയാണ്. ബ്ലഡ് നിങ്ങൾ ഈ ഡ്യൂട്ടി സമയത്തൊക്കെ ചെയ്യത് ഡ്യൂട്ടിന്റെ പൂരത്തിൽ പഠിക്കേണ്ട ഇടയിൽ നിൽക്കുന്ന ഞാനല്ല. അപ്പൊ എനിക്ക് പൊട്ടവരെ ഒരു ആവേശം. ഞാൻ ഉണ്ടാവും, പരമ ഉണ്ടാവും, രവി ഉണ്ടാവും, പിന്നെ കത്തിയാളും, 4 ആളും. ആവേശം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞേക്കാവ് നിരത്തി പടിയത്തെ പഞ്ചവാദ്യം, പിറ്റേ ദിവസത്തെ പകൽപ്പൂരം, കഞ്ഞി കുടിക്കാൻ 3-4 ഇപ്പോഴും തന്നെ ഉറക്കില്ല അല്ലേ? ഇല്ല, ഇപ്പൊ ഒരു മാസം ആ തിലങ്ങനെ കണ്ടടക്കടക്ക് കളിയാക്കും. അത് നോക്കിട്ട് കാര്യമില്ല. മക്കളൊക്കെ ഇവിടെ ഇല്ലേ? മക്കൾ ഇവിടെ ഉണ്ട്. ഒരാളിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മറ്റാള് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇപ്പൊ വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ ആയിട്ട് വരും ചിലപ്പോ. അതെ. ചേച്ചി എവിടെ സപ്ലൈക്ക് എവിടെയാണ്? കുരിയച്ചർ ഓഫീസിലാണ്. ഓഫീസിലാണോ ചെയ്യണേ? അപ്പൊ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇറങ്ങാം. അപ്പൊ പിന്നെ സുഖമല്ലേ? ചമയ പ്രദർശനമൊക്കെ ചീറ്റി അടിച്ച് കാണാലോ. ചമയ പ്രദർശനത്തിന് പോണം. അല്ല, അന്നത്തെ ദിവസം അവധിയുണ്ട്. അന്നത്തെ ദിവസം അവധിയുണ്ട്. തൃശ്ശൂർ പൂരത്തിന് അവധിയാണ്. അവധിയാണ്. അപ്പൊ പിന്നെ അന്ന് ആസ്വദിക്കാലോ. ഡ്യൂട്ടിയാണ്. ചേച്ചിക്ക് എന്തായാലും വരാം. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, അടിച്ച് തകർക്കട്ടെ. ഒത്തിരി സന്തോഷം. എല്ലാം സന്തോഷം. ഓക്കെ, എന്തായാലും അത്രേ ഉള്ളൂ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞാൽ അങ്ങോട്ട് കറക്കട്ടെ, അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ കൂടുതൽ അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ ഓടി എത്തുകയാണ്, മറ്റുള്ള അതിഥികളിലേക്ക് എത്തുകയാണ്, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട്. നമസ്കാരം, എങ്ങനെയുണ്ട് നമ്മുടെ എക്സിബിഷന്റെ വൈബ്? നല്ലതാണ്. ആരൊക്കെയുള്ള കൂടെ? ആരൊക്കെയുള്ള? എവിടെന്നാ വരുന്നേട്ടാ? പഴഞ്ഞി. പഴഞ്ഞി കുന്നംകുളന്ന് പറഞ്ഞേ. ഓ ശരി. ചേച്ചി പേര്? ഷീജ. പേര്? ജോൺസൺ. എപ്പൊ കയറിയുള്ളിൽ കുന്നംകുളത്ത്? എപ്പോ പോകുന്നു? ഞങ്ങൾ അവിടെ നിന്ന് 3 മണിക്ക് പോന്നു. ഇവിടെ 4 മണിക്ക് എത്തി. കയറി ഇറങ്ങി പോണു. പഠിക്കണോ? അത് എവിടെ തന്നെയാണോ? പുറത്താണോ? നാട്ടിലാണ്. ചേച്ചി വീട്ടിലൊന്നുമില്ല, വീട്ടിൽ തന്നെ സ്വസ്ഥ ഗൃഹഭരണം? ഞാൻ ബ്യൂട്ടി പാർലർ. ഓ അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒന്നും വാങ്ങിയില്ലേ? ബാഗിലാക്കി ആക്കിയിട്ടുണ്ട്. ഈ കുന്നംകുളത്ത് കിട്ടാത്ത സാധനം എന്തുള്ളൂ അല്ലേ? എല്ലാ സാധനം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉള്ളൂ. പൂരത്തിന് വരാറുണ്ട് ചേട്ടാ? വരാറുണ്ടല്ലേ? ഈ പ്രാവശ്യം എങ്ങനെ വരണുണ്ടോ? വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്നും പറയാൻ പറ്റില്ല. അന്തരീക്ഷം മോശമാണെങ്കിൽ വരില്ല. തീർച്ചയായിട്ടും വരാട്ടോ. ചേച്ചി സന്തോഷം. ജോലിയൊക്കെ എങ്ങനെ ഉഷാറായിട്ട് പോണു? സ്ഥാപനത്തിന്റെ ഉടമ കുറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടോ? 2-3 പേര്. ഓ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതൽ അതിഥികളിലേക്കും എല്ലാം ഞങ്ങൾ എത്തുകയാണ് നിറഞ്ഞ മനസ്സോടെ. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വൈബ്? ആയോ ഒന്ന് ചോദിക്കണം. തൃശ്ശൂരിന്റെ വൈബ് ആയോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ ഒരാളോട് ചോദിക്കുമ്പോൾ പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ വരും. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് ഞങ്ങളുടെ തൃശ്ശൂർ ചോദിക്കുമ്പോൾ അവരോട് വേറെ ലെവൽ. ഞാൻ തൃശ്ശൂർക്കാരനാണ്, അതുകൊണ്ട് വൈബിന്റെ പ്രത്യേകം പറയണ്ട. തൃശ്ശൂർ എല്ലാ കാലത്തും വൈബുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും മൂല്യ ഉദാഹരണം തൃശ്ശൂരാണ്. അതിൽ കൂടുതൽ എന്റെ പേര് ആൻഡ്രൂസ്. എന്താ ചെയ്യണേ? ഞാൻ ദുബായിലാണ്. പ്രവാസിയാണ്? അല്ല, പ്രവാസിയായിട്ട് ഞാൻ ഇവിടെ വർക്ക് ഫ്രം ഹോം ചെയ്തു. ഓ ശരി. ചേച്ചി എന്താ ചെയ്യണേ? ഞാൻ ഹൗസ് വൈഫ്. ഈ പ്രാവശ്യം എങ്ങനെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ? ഞാൻ ടൗണിലെല്ലാം ഫ്രണ്ട്സൊക്കെ കൂടാറുണ്ടോ? പിന്നെ ഞാൻ ടൗണിൽ ഡെയിലി നടക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളെ ടീം എല്ലാം കൂടെ ഒരുമിച്ചാണോ പൂരത്തിന്റെ ആഘോഷം? എത്ര മണിക്ക് പോരും വീട്ടിൽ നിന്ന്? ഞാൻ 8:30 വരും. 8:30 വരും. അപ്പൊ നമ്മുടെ മഠത്തിൽ വരവോട്ട് എല്ലാ ചടങ്ങുകളും ഒരു അത്യാവശ്യം കുടമാറ്റം കണ്ട് എല്ലാം കണ്ട് അപ്പൊ ഈ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. വെറുതെ അല്ല. അപ്പൊ എത്ര കൂട്ടുകാർ വരണ്ടോ അവിടെ? എല്ലാവരും വരും. പഴയ പ്രവാസികളൊക്കെ ഉണ്ടാവൂലേ? പ്രവാസികളല്ല, എനിക്ക് ഇവിടെ കണക്ഷൻ. അല്ല, ദുബായിലൊക്കെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരും. നിങ്ങൾ നിലവിൽ അങ്ങനെ ആരും വന്നിട്ടില്ല, പക്ഷേ എല്ലാവരും ഈ സ്ഥലത്ത് ഉണ്ടാവും. എല്ലാവരും ലിങ്ക് ചെയ്തെടുക്കണം. നമ്മള് ഒരു വർഷം മുന്നേ റൂം ബുക്ക് ചെയ്യും. അല്ലല്ല, ഞാനിപ്പോ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലുണ്ട്, അപ്പൊ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ആളെ കൊണ്ട് പറഞ്ഞോ? ഇല്ല, ദൂരത്തിന് വീട്ടിൽ നിന്ന്. അപ്പൊ എന്തായാലും ഇത് എൻജോയ് ചെയ്യാം. സാമ്പിൾ കാണും. അപ്പൊ സന്തോഷം. അപ്പോൾ ഓക്കെ, സന്തോഷം. ഒരുപാട് ആളുകളാണ് ഇതുപോലെ പല തരത്തിലും പൂരത്തെ ആഘോഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ചില ആളുകളൊക്കെ നേരത്തെ തന്നെ ഒരു വർഷം മുന്നേ റൂമൊക്കെ ബുക്ക് ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. പൂരം അവരുടെ ഹൃദയത്തിൻ്റെ താളമാണ്. അപ്പോൾ ഞങ്ങൾ വേഗം മറ്റുള്ള അതിഥികളിലേക്കൊക്കെ
ഓടിപ്പോയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ കുറച്ച് അതിഥികൾ നമ്മളിലേക്ക് ചേരുകയാണ്. നമസ്കാരമുണ്ട്. സ്റ്റേസി, ഇവിടെ പൂരം സന്ധ്യയിലാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് വരുന്നത്? പാലിയേക്കര. പാലിയേക്കര, നമ്മുടെ സ്വന്തം തൃശ്ശൂര്. തൃശ്ശൂർ തന്നെ. പേര്? ജയന്തി. ജയന്തി. അശ്വതി. അശ്വതി ഇവിടെ തന്നെയാണ്. മകളാണ്. ഓ ശരി. സുജാത. സുജാത. രാധ. പോകുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങള് പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഞങ്ങൾ എല്ലാ വർഷം വരാറുണ്ട്. പൂരം കാണാൻ വരാറുണ്ട്, എക്സിബിഷൻ കാണാൻ വരുന്നുണ്ട്. തൃശ്ശൂർക്കാരിയാണ്. 40-40 വർഷമായിട്ട് പൊങ്ങുന്നതാണ്. ആളാണ് ഹെഡ്. ഹെഡിനോട് ചോദിക്കാം. അവിടേക്ക് പോവാറില്ലേ? പോവാറുണ്ട്. ഈ പ്രാവശ്യം എന്താ അവിടെ ഒരുക്കിയേക്കണ ഭക്ഷണം എന്താ ഒരു വരുമ്പത്തേക്ക് കൊടുക്കാനായിട്ട്? അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അല്ല അല്ല, എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ഇല്ല ഇല്ല ഇല്ല. ബാക്കി അവര് പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചു. സോറി ടമ്മ. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും ചില നിമിഷങ്ങൾ നമുക്കറിയാം ലൈഫിൽ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ ലൈഫെല്ലാം നമ്മൾ ഓരോ നിമിഷങ്ങൾ സന്തോഷം കണ്ടെത്താൻ എത്തുമ്പോഴും മുകളിലിരിക്കുന്ന ആള് നമുക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ കൊല്ലം തൃശ്ശൂർ പൂരം കാണാൻ വരാറുണ്ട്. ഒരു 10-32 വർഷമായിട്ട് മുടങ്ങാണ്ട് വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ 1-2 വർഷം മാത്രമേ ഇതുപോലെ ഇതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും രണ്ടാമത്തെ പൂരം ഉണ്ടല്ലോ, അതിനാണ് വരിക. പകൽപ്പൂരം. രാവിലെ നേരത്തെ വരും. വെടിക്കെട്ട് കാണും. കഞ്ഞി കുടിക്കും. അതാണ് തൃശ്ശൂർക്കാര്. അത് കഴിഞ്ഞിട്ടേ പോളൂ. ഇല്ലില്ല, ഹൗസ് വൈഫാണ്. എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇതൊക്കെ തന്നെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏത്? കുടമാറ്റമാണോ, ചിത്രമാണോ, അതെ ആ പകൽപൂരത്തിന്റെ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം വടക്കുന്നതിന്റെ നട തുറന്നു വരുന്ന ആ സീൻ ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ഏറ്റവും മനസ്സിലുള്ളത്. അതെ. അങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. അപ്പോ ഞാൻ അവിടേക്ക് ചെല്ലാം. എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഉഷാറാണോ? ഉഷാറാണോ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുമിച്ച് നിന്നോളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനവും കൊണ്ട് നമ്മുടെ പൂരനഗരിയിൽ നിന്ന് വീട്ടിലേക്ക് പോവാം. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ചോദിക്കുന്നതിന് മുന്നേ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അതെ, അപ്പൊ പഠിച്ചിങ്ങനെ പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഉത്തരം കൃത്യമാണ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം ശരിയാണ്, വയനാട്. അപ്പൊ അപ്പൊ GK കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്, പഠനമുണ്ട്, എല്ലാം ഉണ്ട്. ഓ അത് ശരി. അപ്പൊ പിന്നെ എന്തായാലും ഏത് ചോദ്യം ചോദിച്ചാലും സഡാൻ ഉത്തരം പറയും. എഴുതിയിട്ടുണ്ട്, എഴുതണുണ്ട്. വേണം, തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ബെറ്ററിലേക്ക് നമ്മൾ ഒരിക്കലെത്തും കേട്ടോ. ഒത്തിരി സന്തോഷം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം തരികയാണ്. സന്തോഷായില്ലേ? പിന്നെ പ്രതീക്ഷിച്ചിരുന്നോ? ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ എവിടെയോ കണ്ട് പ്രശ്നമുള്ള ഒരു പന്തികയാണ്. സത്യം പറഞ്ഞു, എവിടെയോ ഒരു പന്തിക. ഫോട്ടോ ഒക്കെ എടുത്തുണ്ടാ. നല്ല തൃശ്ശൂർക്കാർക്ക് കള്ളമില്ല. നമുക്കൊന്നും കള്ളയില്ല. നമ്മളൊക്കെ നിഷ്കളങ്കരായ ആൾക്കാരാണ്. നമ്മൾക്ക് സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കണ്ടിട്ട് വിശ്വസിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ നാട്ടിലേക്ക് ആര് വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എല്ലാവരെയും. പക്ഷെ നമ്മൾ ചിലപ്പോ പ്രതീക്ഷിക്കാതെയാണ്. അമ്മ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോ എന്തോ ഒന്ന്. അതാണ് നമ്മുടെ സൗഹൃദം. തൃശ്ശൂരിലേക്ക് ഒരുപാട് പേര് ഇനിയും വരട്ടെ, ആസ്വദിക്കട്ടെ. അപ്പൊ സന്തോഷം. ഹാപ്പി പൂരം. അപ്പോൾ വീണ്ടും ഒരു അതിഥിയിലേക്ക് എത്തിയാണ്. നമസ്കാരം. പേര് പറഞ്ഞോ? എന്റെ പേര് മനോജ്. മനോജ്, എവിടെ നിന്ന് വരുന്നേ? കുരിയച്ചിറ. എന്ത് ജോലി? സ്വർണ്ണപ്പണി. ചേച്ചി പേര്? ജെയ്സി മനോജ്. ഹൗസ് വൈഫാണ്. ഐവിൻ മനോജ്. എന്താ ചെയ്യണം? പഠിക്കല്ലേ? എത്രയിലായി? 5ല്. മെൽവിൻ 10ാം ക്ലാസ്സിൽ. ഈ പ്രാവശ്യത്തെ സിലബസ് ഒക്കെ പുതിയ സിലബസ് ആണ്. 10 കഴിഞ്ഞിരിക്കണം. അപ്പൊ എക്സാം എഴുതിയിരിക്കണം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഉഷാറാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ ആദ്യത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്? എക്സിബിഷൻ കാണാൻ വന്നേക്കാണ്. ആദ്യ റൗണ്ടിലേക്ക് എത്തിയാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് അടുത്ത ചടങ്ങുകളൊക്കെ? എങ്ങനെയാണ് അടുത്ത ചടങ്ങുകൾ? പരമാവധി പരിപാടിയിലേക്ക് വരും. നമ്മുടെ തൊട്ടടുത്തുള്ള പൂരല്ലേ. കൊണ്ടുവരാറുണ്ടോ? ഞങ്ങൾ ഫാമിലി ആയിട്ട് വരും. ആനച്ചമ്മയോ മറ്റു പരിപാടികളും എല്ലാം കാണാറുണ്ട്. തന്നെ അവര് വെടിക്കെട്ടിനോടുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞു വെച്ചേക്കാണ്. സാമ്പിളിന്റെ അന്ന് വരണം, പിന്നെ ആനേനെ കാണാൻ വരണം, ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. കാരണം ഇതൊക്കെ നമുക്ക് നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ മക്കളും ആസ്വദിക്കണല്ലോ. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. കൂടുതൽ എൻജോയ് ചെയ്യാം. തിരിച്ചു വരിക. സന്തോഷം.
അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഓരോ പ്ലാനുകൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ആളുകളുണ്ട് കേട്ടോ. അവർ സാമ്പിള്, അതുപോലെ തന്നെ ആനസമയം തൊട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൃത്യതയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ മറ്റുള്ള അതിഥികളിലേക്കൊന്ന് പോയി വേഗം വരാം. പൂരം സന്ധ്യയിൽ ദാ വീണ്ടും ഒരു അതിഥി. ചേട്ടാ പേര്? വിനീഷ്. എവിടെ സ്ഥലം? പെരിങ്ങോട്ട് വരാം. ചേച്ചി പേര്? അശ്വിനി. എപ്പോൾ കയറി എൻ്റെ ഉള്ളിൽ? ഒരു 2 മണിക്കൂറായി. ചിറ്റി അടിച്ചു. ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? ഞങ്ങൾ ഐസ്ക്രീമും ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചു. ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? ഭയങ്കര എന്താ പറയാ, നിക്കാൻ ഗ്യാപ്പില്ലാത്തൊരു അവസ്ഥയെ. ഭയങ്കര തിരക്ക്. ശരിക്കും രസമാണ് ചിറ്റടിക്കാനൊക്കെ. പക്ഷേ എന്ന് വെച്ചാലേ ഇന്നത്തെ ദിവസം മുടക്ക് ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ പിടിക്കാൻ പറ്റില്ല. അതിന് വേറെ ദിവസം വരണം. 3 മക്കളുണ്ട്, അവരെ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, ഞാൻ അടുത്ത ദിവസം വരണം എന്തായാലും. ഇല്ല, അവരറിഞ്ഞിട്ടില്ല. അപ്പൊ കാണുമ്പോ മനസ്സിലാവും അച്ഛനും അമ്മയും ടിവിയിലെന്ന് പറയും. അപ്പൊ ഞങ്ങൾ എന്തായാലും സന്തോഷം. എന്തായാലും കണ്ടപ്പോ ജനങ്ങളുണ്ട്. വരാറുണ്ടല്ലോ. ആ പോവാ, നമ്മള് അടുത്ത് തന്നെയല്ലേ, എന്തായാലും എല്ലാ കൊല്ലം വരും തന്നെ. സാമ്പിൾ കൊണ്ടുവരാറുണ്ട്. ആ, എല്ലാരും വരും. ഞാൻ ഡ്രൈവറാണ്. ചേച്ചി ജോലിയുണ്ട്. അപ്പൊ മക്കളൊക്കെ എത്രയായി? മൂത്തവൻ 8ാം ക്ലാസ്, പിന്നെ രണ്ടാമത്തെ 4ാം ക്ലാസ്, പിന്നെ LKG അപ്പൊ വലിയ കലാപകാരികളല്ല. 3 ആൺകുട്ടികൾ തന്നെ. അതാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവര് ട്രിപ്പ് അടിക്കേണ്ടി വരും. ട്രിപ്പ് അടിക്കണം എന്തായാലും. വെക്കേഷൻ ഇതിപ്പോ 2 ദിവസങ്ങളിൽ കഴിഞ്ഞ് എന്തായാലും കൊണ്ടുവരും. പൂരത്തിന്റെ ആ ഒരു സമയമുള്ള ഫീൽ എങ്ങനെയാണ്? പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ പറഞ്ഞറിയിക്കേണ്ട സാധനമല്ല. അത് എന്താ പറയാ, എന്തോരം പറഞ്ഞാലും മതി വരാത്തൊരു ആഘോഷമാണ് പൂരം. അത് തൃശ്ശൂരുകാർ നമ്മൾ ഏറ്റവും കൂടുതൽ എന്നെ ഉദ്ദേശിച്ച ഓണം, വിഷു, പെരുന്നാളൊന്നല്ല ഇതിന് മെയിൻ സംഭവം. നമ്മുടെ ഈ തൃശ്ശൂർ പൂരം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലോ. അതിപ്പോ നമ്മ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകതകൾ കൂടുതൽ അറിയാം. ഓരോ ആൾക്കാർ പറഞ്ഞു ചോദിക്കും. അതന്നെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. കിട്ടില്ല തന്നെയാണ്. പുറത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് പോകേണ്ടി വരും. ഞാൻ ടാക്സി ഡ്രൈവർ. കുറച്ച് എയർപോർട്ട് ഉണ്ട്. തിരക്കിലിങ്ങനെ പിടിച്ച് പോയിരുന്നു. ഇവിടെ ചേട്ടനെ കണ്ട ചേട്ടൻ്റെ പ്രോഗ്രാം കാണാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ. അപ്പൊ പൂരത്തെ നമുക്ക് കണ്ടുകൂട്ടാം. ഓക്കെ, കാണാം. ഇന്ന് 2 പേരും കൂടെ ഒളിച്ചോടി വന്ന് ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ മുന്നിൽ പോയി പെട്ടു. നാളെ കുട്ടികളായിട്ട് വന്നാൽ മതി കേട്ടോ. പാട്ട് പാടാൻ അറിയാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നി, കാരണം മുഖം കണ്ടാൽ അറിയാന്ന് പറയും. മുഖലക്ഷണം ഒക്കെ ഞാൻ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. രണ്ടുപേരും പോഷിക്കോ. തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനൂറും ഇന്ധനമായി ആലോലം കാറ്റ്. അടിപൊളി. ചേട്ടൻ പാട്ട് പാടി തരാറുണ്ടോ? സന്തോഷമായിട്ട് പോട്ടെ, ഹാപ്പി ആയിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ. ആയിക്കോട്ടെ, നേരില്ലാത്ത സമയത്താണെങ്കിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നല്ലോ. ഒത്തിരി സന്തോഷം. എന്തായാലും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയെല്ലാം പല ആളുകളും നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇവിടെ നമസ്കാരം. എവിടെന്നാ വരുന്നേ? ചാലക്കുടി. ഇതേ ക്യാമറ എവിടെ ഉണ്ട്? എവിടെ നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആദ്യമായിട്ടാണോ വന്നേ? ആരൊക്കെയുള്ള? അച്ഛനുണ്ട്. അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛാ, എങ്ങനെയുണ്ട് പൂരം എക്സിബിഷൻ? അടിപൊളിയല്ലേ? പൂരത്തിന് വരാറുണ്ടോ? പറഞ്ഞില്ല. ആരാ പറഞ്ഞ വയസ്സായത്? കോവിഡ് പറഞ്ഞില്ല. നടക്കാൻ പറ്റില്ല. ആരൊക്കെയുള്ള കൂടെ? ആരൊക്കെയുള്ള? വൈഫുണ്ട്, മകനുണ്ട്, മകന്റെ കുട്ടികളുണ്ട്. ശരി. അവരെ കൂടെ പേരമക്കളെ ഇടയ്ക്ക് പോകുന്നു. അപ്പൊ ഇത് ചെറുപ്പത്തിലൊക്കെ എല്ലാ കൊല്ലം വരും. എവിടെ ചെണ്ടോട്ടുണ്ടെങ്കിലും നമ്മൾ പോകും. അവിടെ എത്തും. ഇപ്പൊ ഇത്തിരി പ്രായമൊക്കെ ആയത് കാരണം മക്കളെ വിളിച്ച് പോവുക. അമ്മേനെ കൊണ്ടുവരാറുണ്ടോ? അമ്മ അധികം പോരാറില്ല. ഇഷ്ടമില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോകും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്തായിരുന്നു പൂരത്തിന്? ഇലഞ്ഞിത്രമേളാണോ, കൊടമാറ്റായിരുന്നോ? എല്ലാതും എനിക്ക് ഇഷ്ടമാണ്. ഒന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. എല്ലാത്തിലും അങ്ങ് നിന്ന് കൊടുക്കും. അന്നൊക്കെ എപ്പോഴാ വരാറ്? ചെറുപ്പത്തിലൊക്കെ രാവിലെ വരും. പക്ഷെ വെടിക്കെട്ട് കഴിഞ്ഞേ പോവുള്ളൂ. രാവിലെ എത്തും. അതിനു പിന്നെ പോണത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോളൂ. അങ്ങനെയൊന്നുമില്ല. വെളുപ്പിന് തന്നെ പോകും. അല്ലാണ്ട് പിന്നെ കാത്തിരിക്കാൻ വേണ്ടിയൊന്നുമില്ല. അപ്പൊ അതൊരു വിഷമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. എന്നാലും പഴയ ഓർമ്മകളൊക്കെ വലിയ രസമല്ലേ? ആ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല? ഞാൻ ഒറ്റയ്ക്കാണ്. ആരും കൂട്ടില്ല. അപ്പോഴേ നമ്മുടെ ശ്രദ്ധ നടക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷം. പേരെന്താ? എന്റെ പേര് ഗോവിന്ദകുട്ടി. ചാലക്കുടിയിലെ? ചാലക്കുടിയിലെ. ഞാൻ ഹെൽത്ത് സർവീസിലായിരുന്നു. ഹെൽത്ത് സർവീസിന്. ശരി. എന്തായാലും സന്തോഷം കേട്ടോ.
എന്തായാലും നിറഞ്ഞ സന്തോഷത്തോടുകൂടി പല ആളുകളിലേക്ക് നമ്മൾ വേഗം എത്തുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? തിരക്കുകളായി. ആ തിരക്കിൻ്റെ ഇടയിൽ ആരൊക്കെയുള്ളേ? എല്ലാവരും ഇങ്ങോട്ട് വരും, ചോദിക്കട്ടെ. എല്ലാവരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. പേരെന്ത്? എൻ്റെ പേര് ജിനി. ജിനി. എവിടെ സ്ഥലം? എവിടെയാ? തിരൂര്. കോലടി തിരൂര്. അമ്മ പേര്? റോസി. റോസി. റോസേറ്റ് ഒന്നും വാങ്ങിയില്ലേ? കുറച്ച് വാങ്ങി. പേര്? സിജി. മോന്റെ പേരെന്താണ്? അവൻ എബി. ചേട്ടാ നമസ്കാരം, വരൂ. എങ്ങനെയുണ്ട് പൂരത്തിന്റെ? നല്ല തിരക്കാണ്. റോസേറ്റ് ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞു. തിരക്കല്ലേ, അതുകൊണ്ടാണ്. അതെ. അപ്പൊ ജോസേച്ചി ഇനി വരില്ലേ? വരും. എങ്ങനെയാണ്? തിരക്കൊന്ന് കുറഞ്ഞിട്ട് വരണം. നല്ല തിരക്കായ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് സാധനം പുറത്ത് കിട്ടും. പുറത്ത് കിട്ടാത്ത ഒരു സംഭവം ഇതിനകത്തില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ വന്നത് വാങ്ങി പോണതിന്റെ ഒരു സുഖം വേറെയാ. ഒരു കുടക്കീഴിലല്ലേ, അതിന്റെ ഒരു സുഖം വേറെ. പ്രത്യേകിച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ. ഗ്ലാസ് മേടിച്ചു, ജ്യൂസ് ഗ്ലാസ് മേടിച്ചു. മോളാണത്. അടുത്ത വർഷം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും മേടിക്കണം. എല്ലാ കൊല്ലം വരുമല്ലോ. കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഉണ്ട്. ഭയങ്കര തിരക്കാ. അതൊന്ന് കഴിഞ്ഞിട്ട് തിരക്ക് കഴിയുമ്പോൾ ഒരു ദിവസം വരണം. വരും. കഴിഞ്ഞ കൊല്ലം പൂരം കഴിഞ്ഞിട്ടാ വന്നതേ, അപ്പൊ തിരക്ക് കുറവായിരുന്നു. പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് അങ്ങനല്ല, പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം വരാറുണ്ട്. പകൽപൂരം നമ്മുടെ പൂരം, നമ്മുടെ തട്ടകവാസികളുടെ പൂരം. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഗ്ലാസ്സൊക്കെ പൊട്ടാണ്ട് വീട്ടിൽ കൊണ്ടുപോകാം. ശരി മോനെ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്കും അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ വേഗം പോവുകയാണ്. മറ്റുള്ള അതിഥികളിലേക്ക്. നമസ്കാരമുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി എന്നാ അടുത്ത റൗണ്ട്? പൂരത്തിന്. അതിങ്ങനെ എഴുതി വെച്ചേക്കുവാണ്. പേരെന്താ? അനിൽകുമാർ. എവിടെ സ്ഥലം? എവിടെയാ? ചൂലിശ്ശേരി. അത് എവിടെയാ? കോട്ടേക്കാട്. കോട്ടേക്കാട്. ഓ ശരി. പേര്? അനു. ജോലി വല്ലതും ഉണ്ടോ? ജോലി ചെറുതായിട്ടൊരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്. ഓ ശരി. ഇത് കണ്ണാടി തലയിൽ വെക്കണത് പേരെന്താ? അനന്തകൃഷ്ണ. അപ്പൊ എങ്ങനെയാണ് ഇനി പൂരത്തിൻ്റെതായ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണത്? സമയ പ്രദർശനം തൊട്ടാണോ? അത് സമയം കാണാൻ പറ്റും. പിന്നെ സാമ്പിള് പിള്ളേരെ പറ്റുന്ന രീതിയിൽ കൊണ്ട് കാണാം. എന്തായാലും ചേട്ടൻ വരും. ആളെ കൊണ്ടുവരാറുണ്ടോ? വരാറുണ്ട്. സമയം കാണാൻ വരാറുണ്ട്. എല്ലാ വർഷവും പതിവ് തെറ്റാണ്ടല്ലേ? നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ക്രേസ് അല്ലേ? ആ ഒരു സമയമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ആഘോഷമല്ലേ? ആ ഒരു സമയമാകുമ്പോ എന്തായാലും ഓടി വരും. പാട്ട് പാടാൻ അറിയാം? ഇറങ്ങിയാലും ഇല്ല. എന്തായാലും ഒത്തിരി സന്തോഷം കാണാം. അപ്പോ നമ്മുടെ കുറച്ച് അതിഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്ത് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. കൂടെ ആരൊക്കെ വന്നു? ഫാമിലി ഫുള്ളുണ്ട്. സുഖം, സന്തോഷം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പൂരത്തിന് എന്നെ ഒരുക്കങ്ങളൊക്കെ എല്ലാവർക്കും ഉഷാറായിട്ട് നടക്കണം. കുഴപ്പമൊന്നുമില്ല. റിയാസ് പ്രവാസിയാണോ? അല്ലല്ല, ഞാൻ ഇവിടെ ഗുരുവായൂർ എഞ്ചിനീയറായി വർക്ക് ചെയ്യണം. പേരെന്താണോ? അതെങ്ങനെയുണ്ട്? നമ്മുടെ വൈബായോ? പിന്നെ വരുന്നു. പൂരത്തിന്റെ ഇപ്രാവശ്യം നല്ല പോലീസിൻ്റെതായിട്ടുള്ള നല്ല ഏർപ്പാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സെറ്റപ്പിൽ തന്നെ അവർ വരുന്നത്. എല്ലാവിധ സുരക്ഷകളും ഒരുക്കിയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഓരൊക്കെ അടിച്ചു പൊളിക്കണം. തലേദിവസത്തോടെ വന്ന് ക്യാമ്പ് അടിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അടിച്ച് തകർത്തിട്ട് കൊല്ലം നമ്മൾ പോകണം. പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. എവിടെ സ്ഥലം? കാഞ്ഞാണി. പേര്? ശ്രീലക്ഷ്മി. പഠിക്കണോ? സരള. ഒന്നും വാങ്ങി തന്നില്ല ആള്? അവിടെ ഉണ്ട്, ബാഗിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ചേട്ടാ ഈ പ്രാവശ്യം കാര്യങ്ങള്? അടിപൊളിയുണ്ട്. പ്രാവശ്യം നല്ല തിരക്കാ. മറ്റുള്ള കണ്ടമാന ഐറ്റംസ് ഉണ്ട്. സ്റ്റാളുകൾ കുറേ ഉണ്ട് കേട്ടോ. മുതലാവും എന്തായാലും. സന്തോഷായി. വിലയുടെ കാര്യത്തിൽ മാത്രം അറിയില്ല. അതെ, അത്രേ ഉള്ളൂ. പുറത്തുനിന്ന് നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് കാണാറുണ്ട്. മറ്റേ സ്ഥലം ഉണ്ടല്ലോ, കാണാൻ പറ്റിയത്. രണ്ടുപേരെയും കൂട്ടുവോ? ഒറ്റയ്ക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ പ്രാവശ്യം എന്തായാലും കൂടെ കഴിഞ്ഞിട്ട് കാണാൻ വരും. നമ്മുടെ പകൽപൂരം. നമ്മൾ പഠിക്കുകയാണോ? നാട്ടിൽ തന്നെ. കൂടുതൽ വരാറുണ്ടോ? അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ടുപേരെ കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. ശരി, ഓക്കെ, താങ്ക് യു. ഓ സന്തോഷം. മലയാളി? ഇവിടെ നാട്ടിൽ എവിടെയാ സ്ഥലം? തൃശ്ശൂർ തന്നെ. എങ്ങനെയാണ് പൂരത്തിന്റെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അവരുടെ ഫീൽ എന്താണ്? എക്സൈറ്റഡ്. ഇത് ഇങ്ങനത്തെ ഒരു ക്രൗഡ് അല്ലേ? ആ ക്രൗഡിൽ ആരെ നിയന്ത്രിക്കാനില്ലാതെ എല്ലാവരും അവരോട് തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നു. പൂരം കണ്ടിട്ടുണ്ടോ ആള്? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഈ പ്രാവശ്യം എന്തായാലും കാണും.
ആളുടെ പേര് മില മീന. പേര് ഇമാനുവൽ. ഉമ്മാനുവൽ. ഓക്കെ, സന്തോഷം. പൂരസന്ധ്യയിൽ ഇവിടെ കുറച്ച് നേരമായി ഇവർ കാത്തു നിൽക്കുകയാണ്. ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ? അവർ പോയിട്ടുണ്ട്. എപ്പോഴാണ് വന്നതിൻ്റെ ഉള്ളിലേക്ക്? ഞങ്ങൾ വന്നിട്ട് 5 മണി. അത്യാവശ്യമൊക്കെ ഒന്ന് ചിറ്റി അടിച്ചു. പേരെന്താണ്? എൻ്റെ പേര് മനോഹരലാൽ. ഇവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയല്ലേ? ഞാൻ പാലക്കിലാണ്, തൃശ്ശൂർ പാലക്കിൽ. മോനെ പേര്? അഭിനവ്. ഉഷ. എങ്ങനെയുണ്ട് നമ്മുടെ പൂരം? ഗംഭീരായി. നല്ല സ്റ്റാളുകളും നല്ല അഭിപ്രായം. നമ്മുടെ പൂരത്തിന് വരാറുണ്ടല്ലോ അല്ലേ? അതൊരു വരാറുണ്ട്. ഇപ്രാവശ്യത്തെ എല്ലാവരും കൂടെ ഒരുമിച്ചാണോ? എല്ലാവരും വരും, മക്കളൊക്കെ വരും. ഞങ്ങൾ എല്ലാവരും കൂടി പൂരം കാണാൻ വരും. സാമ്പിള് നേരത്തെ ഞങ്ങൾ എല്ലാ കൊല്ലം വന്ന് കാണാറുണ്ട്. ഇക്കൊല്ലം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഒന്ന് കാണണം. പഠിക്കണോ മോനെ? എത്രയല്ലേ? 8ല്. അമ്മ ഒന്നും വാങ്ങിയിട്ടേ? അത്യാവശ്യം എല്ലാ സാധനം വാങ്ങിയിട്ടുണ്ട്. ചവിട്ടി സാധനങ്ങളൊക്കെ വാങ്ങി. ഇവിടെ വന്നിട്ടൊന്ന് വാങ്ങി പോണതല്ലേ, അതൊരു വേറൊരു രസമാണ്. അതിന്റെ രസം വേറെ. ഇതൊന്നും പുറത്ത് കിട്ടാതെയല്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കടന്നിട്ടുള്ള ഉഷ്ണവും പിന്നെയുള്ള ഒരു കാറ്റും എല്ലാം കൂടിയിട്ട് അതാണ് നമ്മുടെ ഒരു വർഷത്തെ ഒരു സുഖം അല്ലേ? അതെ. പണ്ടൊക്കെ വരാറുണ്ടോ സ്ഥിരമായിട്ട്? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് വരാറുണ്ടല്ലേ? മോനെ എങ്ങനെയുണ്ടാ? പട്ടാമ്പിന്നാണോ? അത് ആരുടെ? മകളുടെ. പോവാ. ശരി. മകളാണല്ലേ? ശരി. അപ്പോൾ പട്ടാമ്പി എന്ന് വന്ന ഒരാൾക്കാരെ ഒന്ന് വരൂ. അടുത്തേക്കട്ടെ. പട്ടാമ്പി അല്ലേ? പട്ടാമ്പിക്കാർക്ക് എങ്ങനെ തോന്നി? നന്നായിരിക്കണം അല്ലേ? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വരുന്നത്. അപ്പോൾ ഇത്തവണ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട്. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? കഴിഞ്ഞു. ഞാൻ നാളെ പോവും. അപ്പൊ നമ്മുടെ പൂരത്തിനുണ്ടാവില്ലേ? പൂരത്തിന് വരും. അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പ്രാവശ്യം സാമ്പിളിന് വരുന്നുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും അല്ലേ? മക്കളെ പേര്? നിധിയ. ഇതെന്താ കയ്യില്? കളിപ്പാട്ടാ. ചേച്ചി പേര്? ഇവിടെ തന്നെയാണോ നാട്ട്? പാലക്കിൽ. ഒരുമിച്ചാണല്ലോ അല്ലേ? പട്ടാമ്പി എന്ത് ചെയ്യണം? വല്ല ജോലി? ടീച്ചറാണ്. അപ്പൊ ഏത് വലിയ സ്കൂളിലാണോ ഹൈസ്കൂളിലാണോ? ഞാൻ ശ്രീ മഹർഷി വിദ്യാലയ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഓ ശരി. അപ്പൊ ഇനിയിപ്പോ അവധിയാണല്ലോ അല്ലേ? ഇനിയിപ്പോ ജൂൺ മാസം ആകുമ്പോഴത്തേക്കും പിന്നെ തിരക്കുകളായി. അപ്പൊ ഈ പ്രാവശ്യം കുട്ടികളോടൊക്കെ പറയാൻ ധാരാളം ഉണ്ട്. ആരെങ്കിലൊക്കെ കണ്ടുമുട്ടിയോ പട്ടാമ്പിയിലുള്ളവരൊക്കെ ഇതിന്റെ ഉള്ളില്? ഇല്ല. ചക്കര ഇതിൽ ആർക്കാ പാട്ട് പാടാൻ അറിയുന്നത്? ഗംഭീര ഒരു പാട്ട് പാടും. വരവീണ മൃതുപാണി വാനരുഹലോ ജനറാണി സുരുചിരപം ഭരവേണി സുരനുത കല്യാണി നിരുപമ ശുഭഗുണലോല നിരത ജയാ പ്രദശീല വരദാ പ്രിയ രംഗനായകി വാഞ്ചിത വലദായകി സരസീജ സനജനനി ജയ 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 ജയവാണി. സാറേ പാട്ട് പഠിക്കുന്നോ? ഉണ്ടല്ലേ? അപ്പോൾ ഒരു സിനിമാ ഗാനം ഞങ്ങൾക്ക് പഠിക്കണം. ആലോചിച്ച് വെച്ചോ. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം കൊടുക്കാം. അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു അടിപൊളി സിനിമാ പാട്ട് ആലോചിച്ച് വെച്ചോ കേട്ടോ. അപ്പോൾ ഞാനൊരു കുസൃതിയല്ല, നല്ലൊരു ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടൊരു സമ്മാനമായിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പഠിച്ച് ടീച്ചറോടാണോ കളി? പോയിട്ടുള്ളൂ. ശരി. എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ അവസ്ഥ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഒരു കോടമഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടോ? സ്റ്റേ. അപ്പൊ മഴ പെയ്തുണ്ടാവൂലേ? ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു മഴ ഉള്ള സമയത്ത്. ആ സമയത്ത് നല്ല രസമാണ്. കോടിറങ്ങാ, ഒരു ചെറിയ ചാറ്റം മഴ, വേറെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? അടിപൊളി രസമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. നെല്ലിയാമ്പതി. അപ്പൊ ടീച്ചർ, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ സമ്മാനം മേടിച്ചിരിക്കുകയാണ്. സമ്മാനം കൊടുക്കാം അല്ലേ? അപ്പോൾ സമ്മാനം കൊടുക്കുകയാണ് ടീച്ചർക്ക്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. സന്തോഷായില്ലേ? അപ്പൊ ഈ പാട്ട് കേൾക്കാല്ലേ? ജനകസുത കുച കുങ്കുമ പങ്കിതലാഞ്ജനുരേ ബലിഹരുരേ
ഗഗവാഹന കാഞ്ചി പുലി നിരയെ ഹരിരക്ഷക ഭുജ വിക്രമ കാമിത ഫലദായകി കരിഗിരിനി വാസുരേ പെരുന്തേവി മനോഹരുരേ കരിഗിരിനി വാസുരേ ജനകസുത കുച കുങ്കുമ പങ്കിതലാഞ്ജനുരേ. സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാവിധ ആശംസകളും. വലിയൊരു ഗായകനായി വരട്ടെ കേട്ടോ. അപ്പൊ ടീച്ചറെ സന്തോഷമായില്ലേ? അപ്പൊ കുട്ടികളോടൊക്കെ പോയി പറയാം തൃശ്ശൂർ പൂരത്തിന് പോയപ്പോ എനിക്കൊരു സമ്മാനം കിട്ടിയെന്ന് പറയാം. അപ്പൊ ഒത്തിരി സന്തോഷം. ഹാപ്പി പൂരം. അപ്പൊ നമുക്ക് ഹാപ്പി പൂരം കൊടുത്ത എല്ലാവരും. നമസ്കാരം. പേര്? ജെറിൻ. ജെറിൻ എവിടെയാ വരുന്നത്? എവിടെ നിന്ന് വരുന്നത്? വരാക്കര. വരാക്കര തൃശ്ശൂർക്കാരാണ്. ഡിൻസി. ഡിൻസി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വരാറുണ്ട്. വരാറുണ്ട്. ഈ പ്രാവശ്യം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വരാൻ സമയമാണല്ലോ. അടുത്ത ആഴ്ചയില്ലേ എത്തും. എന്തായാലും എത്തും. പഠിക്കണോ? ജോലിയാണോ? വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാണ്. ഞാൻ പഠിക്കുകയാണ്. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. കാരം. പേര്? ദിവ്യ. ദിവ്യ. എവിടെ സ്ഥലം? എവിടെ? ഇരിങ്ങാലക്കുട. മോനെ പേര്? അമ്മ എങ്ങനെയുണ്ട് നമ്മുടെ തകർപ്പണല്ലേ? എല്ലാ വർഷം വരാറില്ലേ? എല്ലാ വർഷം വരാറുണ്ട്. പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ നാട്ടുകാർ തന്നെയാണ്. മോനെ ഒന്നും വാങ്ങി തന്നില്ലേ? വെള്ളാണോ മേടിച്ചു തന്നെ? പേര്? രക്ഷ. എത്രയാണ് പഠിക്കണേ? 8ലേക്ക്. ചേച്ചി എങ്ങനെ പൂരത്തിനൊക്കെ വരാറുണ്ടോ? ഹസ്ബൻഡ് കമ്മിറ്റിയിലുണ്ട്. ആ അപ്പൊ എന്തായാലും എത്തും. പാട്ട് പാടാൻ അറിയാമോ? 2 വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി പാട്ട് പാടും. കണ്ണലി കോട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകൻ ഉണ്ണി പിറന്നേ എന്നിലോ താരകം മണ്ണിലോ താരകം നെഞ്ചിലോ ബാൻഡടിയോ. ഓക്കെ, നീ അറ്റൻഡ് ചെയ്തല്ലോ, അത് തന്നെ എല്ലാം സന്തോഷം. അപ്പം അമ്മ പൂരത്തിനൊക്കെ വരിക, എൻജോയ് ചെയ്യുക. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. സന്തോഷം. എന്തായാലും നിറഞ്ഞ സന്തോഷത്തിൽ പോകുമ്പോൾ ഇവിടെ കുറച്ച് അതിഥികൾ നിൽക്കുകയാണ്. ഈ തലയിൽ വെച്ചേക്കണ സംഭവം എന്താ? അത് ഇതിന്റെ എക്സിബിഷന്റെ സമയത്ത് മേടിച്ചാണ്. എത്ര രൂപ? 250. 280. എന്തെങ്കിലും ഭയങ്കര ഗംഭീര സാധനമുണ്ട്. എന്തായാലും ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്. എവിടുന്ന് വരുന്നേ? ചേർപ്പ്. ടീച്ചറാണോ? അല്ല. എന്ത് ചെയ്യണേ? ഹൗസ് വൈഫാണ്. ചൊവ്വൂര്. ജോലി വല്ലതും ഉണ്ടോ? വീട്ടിൽ സ്വസ്ഥ ഗൃഹഭരണം പഠിക്കണോ? അതെ, ഞാനിപ്പോ 12th കഴിഞ്ഞു. 10th എഴുതി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി. വേറെ ലെവലാവൂലേ? എല്ലാം ഫുൾ എ പ്ലസ് ആവൂലേ? ആയിരിക്കും. പ്രതീക്ഷയിലാണല്ലേ? അങ്ങനെ കൊച്ചാക്കരുത്. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു പൂരത്തിന്റെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ? എല്ലാ വർഷം വരാറുണ്ടല്ലോ? ആദ്യമായിട്ടാണോ? കുറെ നാളുകൾക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. പേര് വന്നേ? ലീന. എന്നിട്ട് ലീനേച്ചി എന്തൊക്കെ മേടിച്ചു തന്നു? ബുക്കുകൾ. അല്ല, ലീനേച്ചിയുടെ വകയാണോ? ഞാനാളുടെ മോളാ. ഓ, അതാണോ? സന്തോഷം. കുത്തിയിരുന്ന് ഇങ്ങോട്ട് വായിക്കട്ടെ. ഒന്ന് കഴിക്കാൻ മേടിച്ചില്ലേ? കഴിക്കാൻ ഇഷ്ടമല്ല. ഐസ്ക്രീം കഴിച്ചു. ഇവിടെ കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഐസ്ക്രീം കഴിച്ചു. ഇവിടെയും കഴിക്കാൻ ചോദിക്കുന്നേ ഇല്ല. കഴിക്കാൻ ഇഷ്ടമുണ്ടോന്നേ ചോദിക്കുന്നില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എല്ലാം കഴിക്കും. എന്നാലും ഏറ്റവും ചെറിയൊരു ഐറ്റംസിനോട് ബട്ടർ ചിക്കനും ബട്ടർ നാനും പിടിവിട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ? പൂരത്തിനൊക്കെ വരാറുണ്ടോ? പൂരത്തിന് വരാറില്ല, എക്സിബിഷന് കാണാം. എല്ലാ വർഷവും വരാറുണ്ടല്ലേ? ഈ പ്രാവശ്യം എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ടോടെ എത്തും. അങ്ങനെയാണോ? ഇപ്പൊ മൂന്നാമത്തെ റൗണ്ടാണ്. 3 റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരു പക്ഷെ വേണമെങ്കിൽ 4 റൗണ്ടിലേക്ക് എത്തും. 2 റൗണ്ട്. അതാണ് നമ്മുടെ തൃശ്ശൂർക്കാർ എല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ട് പോകും. എന്നിട്ട് അവസാനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. കണ്ട് പഠിക്കേ. എന്തായാലും ഒത്തിരി സന്തോഷം. ഹാപ്പി പൂരം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പൊ ഞാനും ബട്ടർ ചിക്കനൊക്കെ അടിച്ചങ്ങോട്ട് ഇനി കഴിക്കങ്ങോട്ട്. ഹാപ്പി പൂരം. നമസ്കാരം. അപ്പൊ അങ്ങനെ പൂരത്തിന്റെ വൈബ് എത്തി. ഇനിയുള്ള ദിവസം, ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കാത്തിരിപ്പാണ്. എന്ത് പേര്? ഗോപിക. എന്ത് ചെയ്യണേ? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടുത്തെ നാട്ടിലാണോ? അതെയോ? നാട്ടിൽ തന്നെ. ചേച്ചി പേര്? ബിന്ദു. ഇവിടെ തന്നെയാണോ? എവിടെ പോകുന്നത്? എവിടെ സ്ഥലം? എവിടെ? വിയൂര്. അപ്പൊ എങ്ങനെയാണ് പൂരത്തിനൊക്കെ സ്ഥിരം വരാറുണ്ടോ?
പൂരത്തിന് തന്നെ. എക്സിബിഷൻ എത്ര പ്രാവശ്യം വരും ഒരു വർഷം? കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം. എണ്ണയില്ല ഇങ്ങോട്ട് വരിക. ഈ പ്രാവശ്യം ഒന്നും വാങ്ങിക്കൂട്ടിയില്ലേ കാര്യമായിട്ടൊന്നും ഇനി വരുന്നുണ്ടല്ലോ. അതാണ് നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മൾ നോക്കി വെച്ചിട്ട് അടുത്ത റൗണ്ട് വരുമ്പോൾ വീണ്ടും മേടിക്കും. രണ്ടുപേരുള്ളൂ തന്നെയുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ, വീണ്ടും കണ്ടുമുട്ടാം. പൂരത്തിന് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഈ പ്രാവശ്യം? വരും. എവിടെ പുറത്തുള്ളവരൊക്കെ ഉണ്ടോ? ഇല്ല, നാട്ടിൽ നിന്ന് വരും. പാലക്കാട് നിന്ന് വരും. പാലക്കാടുകാർക്ക് വേറൊരു ക്രേസ് ആണല്ലോ അല്ലേ? അങ്ങോട്ട് പോരണോ? വല്ലങ്കയ്ക്കൊക്കെ പോരണോ? ഇല്ല, പോയിട്ടില്ല. അവിടുത്തെ ഉള്ള പൂര വേലകൾക്കൊന്നും പോയിട്ടില്ല. പക്ഷെ അവിടെ ഭയങ്കര രസമാണ്. എന്തായാലും ഒത്തിരി സന്തോഷം, കണ്ടുകൂട്ടാം. ഗോപിക, കാണാം. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി ധാരാളം പേരിലേക്കൊക്കെ ഞങ്ങളൊന്ന് വേഗം ഓടി എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നമസ്കാരം, പേര്? കവിത. ഒന്നും ഇങ്ങോട്ട് നോക്കിയോളൂ. പേര്? ശരി, വന്നിട്ട് പേര് പോലും അങ്ങോട്ട് പറയാൻ പറ്റണില്ല. എവിടെ നിന്ന് വരുന്നേ? ഒല്ലൂര്. മോനെ പേരെടാ? എങ്ങനെയുണ്ട്? വന്നോളൂ അതെയോ? കുറച്ച് നേരം. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. പൂരത്തിന് വരാറുണ്ടോ? വരാറുണ്ട്. മോള് പഠിക്കണോ? എത്രയിലായി? കൈയൊന്ന് താത്തു, മനോഹരമായ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ. അല്ലേ? അപ്പോൾ തന്നെ 3 പേരുള്ളൂ. അതെ. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. ഹബീപൂരം. സന്തോഷം. സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് വീണ്ടും കടന്നു പോകുമ്പോൾ നമ്മുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഇവരിലേക്കൊന്ന് എത്തി അവസാനിപ്പിക്കാം. നമസ്കാരം മച്ചാ, പേര്? അശ്വിൻ. എവിടെ നിന്ന് വരുന്നേ? കൊടകര. എങ്ങനെയുണ്ട്? വൈബാണോ? അടിപൊളി. ഒരു റൗണ്ട് ചിറ്റിട്ട് വന്ന്? ഇല്ല, പോയിട്ടില്ല, പോകാൻ പോകുന്നുള്ളൂ. ആരൊക്കെ വന്നേക്കണേ? ഫാമിലിയാണ്. മൊത്തം. ഇപ്പം എന്ത് ചെയ്യണം? വലിയ ജോലി വല്ലതും ഉണ്ടോ? വർക്ക് ചെയ്യുന്നു. ഓക്കെ. നമുക്കറിയാം, ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പൂരത്തിൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിലേക്ക് എത്തുന്ന നിമിഷത്തിലേക്ക് വലിയ സന്തോഷകരമായ നിമിഷമുണ്ട്. ആ നിമിഷത്തിലേക്ക്. നമസ്കാരം ഉമ്മ, എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂർ. എങ്ങനെയുണ്ട് എക്സിബിഷനൊക്കെ? അടിപൊളിയല്ലേ? അടിപൊളിയാവട്ടെ. എല്ലാം അടിപൊളിയായി തീരട്ടെ. എല്ലാം നന്നായി തീരട്ടെ. ആമീൻ. എന്തായാലും എല്ലാം നന്നായി തീരട്ടെ എന്നാണ് പറഞ്ഞത്. നമസ്കാരം. നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, ഒന്ന് വേഗം വരിക. എവിടെ നിന്ന് വരുന്നത് എല്ലാവരും? ഒന്ന് നിങ്ങൾ കയറിയുന്നുള്ളൂ. തൃശ്ശൂരുകാരാണ്. അപ്പൊ തൃശ്ശൂരുകാരിലേക്ക് എത്താം. പേര് പറഞ്ഞു? കമല ഉണ്ണികൃഷ്ണൻ. ചേട്ടാ പേര്? ഞാൻ ബാബു. സന്ധ്യ. മിനി. ആരും ഒന്നും കാര്യമായിട്ട് വാങ്ങിയില്ല തോന്നുന്നു. വാങ്ങിണ്ട്. ഉണ്ട്. അവിടെ ഇല്ല. ഒരറ്റത്തൊന്നും അങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്രാമത്തെ റൗണ്ടാ? ഞങ്ങൾ ഇതിപ്പോ ഫസ്റ്റ് റൗണ്ട് ആയിട്ടുള്ളൂ. രണ്ട് ഇവിടെ ഫസ്റ്റ്. അവിടെ പൂരാവസാനം കുറച്ച് നാൾ വില കുറയുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? അവര് പറഞ്ഞു. അത് സ്ഥിരമായിട്ടൊരു ഇതാണല്ലോ അല്ലേ? എന്താ ഈ പൂരത്തിന്റെ ഒരു ഇവിടെ വരെയായി? പൂരത്തിന്റെ വന്നോണ്ടിരിക്കണോ? ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ ഇനി. അതിന്റെ ഒരു വരാറുണ്ടോ? വരാറുണ്ട്. എവിടെയുള്ളവരൊക്കെയാണ്? മെയിൻ ആന്ധ്രയിൽ നിന്നും അങ്ങനൊക്കെ വരാറുണ്ട്. അവരെല്ലാ വർഷം എത്തും. അവർക്ക് എന്താ ഭക്ഷണം കൊടുക്കും? ഇഷ്ട ഭക്ഷണം? ഞാൻ അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ വെച്ചാൽ നോൺ വെജ്, വെജ് എല്ലാം കൂടി കൊടുക്കും. അങ്ങോട്ട് തകർക്കുക. ഞങ്ങൾ വരണ്ടേ? ഹാപ്പി വെൽക്കം. പൂരത്തിന് എന്തായാലും വീട്ടിലുണ്ടാക്കണമെന്ന് ചോദിച്ചാൽ രാവിലെ വരും. ഗസ്റ്റുകളൊന്നുമില്ല? ഗസ്റ്റ് അവര് രാത്രിയൊക്കെ വരും. രാത്രി വരുള്ളൂ. ഓ, സമാധാനം. അവിടെ ഗസ്റ്റുകൾ വരുന്നുണ്ടോ? വരും. എവിടെയുള്ളവരൊക്കെയാണ്? ഫ്രണ്ട്സ് ആയിട്ടും എല്ലാവരോടും കൂടും. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് വരില്ലേ? അവിടെയോ? ഞാൻ തൃശ്ശൂരല്ല, ഞാൻ വടക്കാഞ്ചേരിയാണ്. ഇവരുടെ കൂടെ ഒരുമിച്ചല്ലേ? ഞാൻ ചോദിക്കട്ടെ, ശരിക്കും പൂരത്തിന്റെ ആ തലേ ദിവസമില്ലേ, ആ തലേ ദിവസം ഒന്നുമില്ല, പക്ഷെ ഈ റൗണ്ടിൽ കൂടെ നടക്കാൻ കിട്ടുന്ന ഒരു ഫീൽ വേറെയാണ്. ഞങ്ങൾ വരും നേരത്തെ നടക്കും. അതാണ് അതിലേക്ക് ഞാൻ തുടങ്ങും. പിന്നെ യാനകളൊക്കെ നിരത്തി കാണും. 2 ചമയങ്ങൾ കാണും. അതെ, അന്ന് തൃശ്ശൂർ റൗണ്ട് 2 റൗണ്ട് അടിച്ചാൽ നമുക്ക് ഒരു സീഡില്ല അല്ലേ? ലൈറ്റ് ഒക്കെ ആയിട്ട് സൂപ്പർ ഫോട്ടോ എടുത്ത് നല്ല റൗണ്ട് തിരിയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. അതായത് അന്ന് നല്ല രസമാണ്. പക്ഷെ ഉമ്മ ഇങ്ങനെ ഒന്നും കാണാനില്ല. പക്ഷെ കാണോട് എവിടെ നോക്കിയാലും കാണാൻ ഒരുപാട്. കണ്ട തൃശ്ശൂരിൽ അന്ന് കാണുന്നത് വേറൊരു വൈബ്. അപ്പൊ പൂരം തകർക്കല്ലേ? അടിപൊളി. അപ്പൊ ഇതിൽ ആർക്കാ പാട്ട് പാടാൻ അറിയുന്നത്? നന്നായി പാട്ട് ഭംഗിയായിട്ട് പാടുന്ന രണ്ടുപേര് പാട്ടോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ പൂര സന്ധ്യക്ക് സമാപനമാണ്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.
എനിക്ക് മൈക്കിളാണ് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി പൂരം. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ലേ? പഠിച്ചൂടെ? നേരം വൈകിട്ടില്ല അല്ലേ? എന്ത് രസം. അതെ, വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പൂരത്തിന്റെ രാത്രികളിൽ നിങ്ങൾ എല്ലാവരും കൂടുമ്പോഴത്തേക്ക് ആളുകൾ പാട്ട് പഠിക്കണട്ടോ അല്ലേ? അല്ലേ? അല്ല, അങ്ങനെ വേണം. ഇത് രസം, വേറെ രസമല്ലേ? ഒരാൾ പാടാനുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം എന്ത് വേണം? നമ്മുടെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ മാറാൻ. പലപ്പോഴും കൂടാറുണ്ട് പാട്ട് പാടും. ഉഷാറാവട്ടെ. അപ്പോൾ നാഥ ആ ഇന്നത്തെ മനോഹര നിമിഷമാക്കി തീർക്കട്ടെ. അപ്പൊ ഹാപ്പി. ഓ, സന്തോഷം സന്തോഷം എല്ലാവരോടും. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ നിമിഷത്തിലൂടെ ഞങ്ങൾ തൽക്കാലം ഇന്നത്തെ ദിവസത്തിന് ഇന്ന് വിരാമം കുറിക്കുകയാണ്. നാളെ ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൂരത്തിന് കൊടി കയറി മക്കളെ എന്ന് നമ്മൾ പറഞ്ഞു. കൊടി കയറിയിരിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ വേറൊരു ലെവൽ ദിവസങ്ങളാണ്, കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. ആ കാത്തിരിപ്പിന് വിരാമം കുറിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരുപാട് കാണുവാൻ കാഴ്ചവെച്ച മനോഹര നിമിഷങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നാളെ ഇതേ സമയം ഇതേ നേരം പൂരസന്ധ്യയുമായി പൂരവിശേഷങ്ങളുമായി വീണ്ടും വരാം. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.